നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം മൂലം സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസവും കൂറുപുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യും. എങ്ങനെയുണ്ട്? വളരെ വളരെ മികച്ച പ്രതികരണവും തികഞ്ഞ ആത്മവിശ്വാസവുമാണുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എത്ര കൊണ്ട് പൂർത്തീകരിച്ചപ്പോൾ നമ്മളിപ്പോൾ ഒരു ബഹുജന സമ്പർക്ക പരിപാടിയായിട്ടാണ് 26-ാം തീയതി മുതൽ സ്ഥാനാർത്ഥി സ്വീകരണ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. അതിനിടയിൽ 28-ാം തീയതി പ്രിയപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മുടെ മണ്ഡലത്തിൽ വരുന്നുണ്ട്. കടമ്പഴിപ്പുറത്ത് വെച്ചാണ് പരിപാടി. അന്നേ ദിവസം പര്യടനമില്ല. 26 മുതൽ 31 വരെ സ്ഥാനാർത്ഥിയുടെ ബഹുജന സ്ഥാനാർത്ഥി സ്വീകരണ പരിപാടിയാണ്. പിന്നെ ഏപ്രിൽ 2-3 തീയതികളിലും സ്വീകരണ പരിപാടിയാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് റാലികളാണ്. സ്വാഭാവികമായിട്ടും 9ലേക്ക് പോവുകയും ചെയ്യും. എന്തൊരു ത്രികോണ മത്സരത്തിന്റെ ഇത് കാണുന്നുണ്ടല്ലോ, ഉണ്ടോ? നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈയും സ്വീകാര്യതയുമുള്ള ഒരന്തരീക്ഷമാണ് ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന്, അവരുടെ ഓരോ നിലയിലുള്ള അവരുടെ സംസാരങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ബോധ്യമാകുന്നത്. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ 5 വർഷം എന്താണ് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്? നമ്മൾ ചെയ്തൊരു നടപ്പിലാക്കിയ പ്രധാന പദ്ധതി കഴിഞ്ഞ 5 വർഷം എന്താണ് ചെയ്യാൻ ബാക്കിയുള്ളത്? നിങ്ങൾ നോക്കൂ, നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ നിങ്ങളൊന്ന് ചെല്ലൂ. 13.5 കോടി രൂപയുടെ 16.5 കോടി രൂപയുടെ കെട്ടിടം അവിടെ പൂർത്തീകരിച്ച് നമുക്ക് കാണാൻ പറ്റും. കാഷ്വാലിറ്റി ബ്ലോക്ക്, അവിടെ ബ്ലഡ് ബാങ്ക് ഒറ്റപ്പാലത്തുണ്ടായിരുന്നു 5 വർഷം മുമ്പ്. 24 മണിക്കൂർ എക്സ്റേ ഒറ്റപ്പാലത്തുണ്ടായിരുന്നു താലൂക്ക് ആശുപത്രിയിൽ. 24 മണിക്കൂർ ലാബ് അവിടെ ഉണ്ടായിരുന്നു. എന്തെല്ലാം സൗകര്യങ്ങളാണ് താലൂക്ക് ആശുപത്രിയിൽ. കെട്ടിടം മാത്രമല്ലല്ലോ. നിങ്ങൾ നോക്കൂ, നമ്മുടെ വിവിധ മേഖലകളിൽ നമ്മൾ നടത്തിയിട്ടുള്ള സർക്കാരിൻ്റെ മുൻകൈയിൽ നടത്തിയിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്. നിങ്ങൾ ഈസ്റ്റ് ഒറ്റപ്പാലം സ്കൂളിലേക്കൊന്ന് ചെല്ലും. ഈസ്റ്റ് ഒറ്റപ്പാലം പാലം നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ ആരെയും വെല്ലുവിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അഹങ്കരിച്ചോ പറയുന്നതല്ല. നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് കാണാൻ കഴിയുന്ന വിസിബിളായിട്ടുള്ള എന്തെല്ലാം മാറ്റങ്ങളുണ്ട്. 4 പഞ്ചായത്തിൽ കളിസ്ഥലം 1 കോടി രൂപ ചെലവിൽ 4 കളിസ്ഥലങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തില്ലേ? ശ്രീകൃഷ്ണപുരത്ത്, പൂക്കോട്ടുകാവ്, മുന്നർക്കോട്, ലക്കിടിപേരൂർ പഞ്ചായത്തിൻ്റെ കളിസ്ഥലം, അമ്പലപ്പാറ പഞ്ചായത്തിൻ്റെ കളിസ്ഥലം, 4 കളിസ്ഥലങ്ങൾ 1 കോടി രൂപ ചെലവിൽ നമ്മൾ നവീകരിച്ച് പൂർത്തീകരിച്ച് കഴിഞ്ഞു. തച്ചനാട്ടുകര പഞ്ചായത്തിലെ കളിസ്ഥലം 3/4 ഭാഗം കഴിഞ്ഞു. ബാക്കി ശേഷിക്കുന്ന പ്രവൃത്തികൾ നടക്കാനിരിക്കുകയാണ്. ബാക്കി 3 കളിസ്ഥലം കൂടി നടക്കാൻ പോവുകയാണ്. ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞു. നമ്മുടെ ഒറ്റപ്പാലം ബൈപ്പാസ് ടെൻഡറായി, അത് റീടെൻഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒറ്റപ്പാലം കോടതി ASന്റെ വക്കീലാണ്. നമ്മുടെ ബൈപ്പാസിൻ്റെ സ്ഥലം പൂർണ്ണമായും ഏറ്റെടുത്ത് കോടിക്കണക്കിന് രൂപ ബന്ധപ്പെട്ട സ്ഥലം ഏറ്റെടുത്ത ആളുകൾക്ക് കൊടുത്തതൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയുന്ന കാര്യമല്ലേ? നോക്കൂ, നമ്മുടെ നാടിൻ്റെ വിവിധ മേഖലയിൽ നിങ്ങൾ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രവേഴ്സിയായി ഉയർത്തിക്കൊണ്ടുവന്ന റോഡായിരുന്നല്ലോ KV റോഡ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, അതിൻ്റെ പണി പുരോഗമിക്കുകയല്ലേ? അങ്ങനെ നാടിൻ്റെ വിവിധ മേഖലകളിൽ നിങ്ങൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള ഒരു ITI ആണ് നമ്മുടെ മണ്ഡലത്തിലുള്ളത്. എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ലയിൽ തന്നെ SC വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമായിട്ടൊരു ITI പാലപ്പുറത്ത് ഏതാണ്ട് 1.25 കോടി രൂപ ചെലവിലല്ലേ അവിടെ കെട്ടിടവും അതിൻ്റെ അനുബന്ധ പ്രവൃത്തികളും ഒക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞത്. നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ മേഖല, കടമ്പൂർ സ്കൂളുകളും നോക്ക്, 3.5 കോടി രൂപ ചെലവിൽ. ഞാൻ MLA ആയി 2 വർഷം കഴിഞ്ഞല്ലേ അതിൻ്റെ കെട്ടിടം പൊളിച്ചത്. എന്നിട്ടല്ലേ അത് പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടത്. 3.90 കോടി രൂപ ചെലവിലല്ലേ കടമ്പൂർ സ്കൂളിൽ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കെട്ടിടം അവിടെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞത്. ഈസ്റ്റ് ഒറ്റപ്പാലം സ്കൂളിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. എല്ലാ മേഖലയിലും, വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത്, കായിക രംഗത്ത് നിങ്ങൾ നോക്കൂ, നമ്മുടെ 3 സ്കൂളുകൾ ഒരേ ദിവസമാണ് വിദ്യാഭ്യാസ മന്ത്രി 3 കോടി രൂപ കിഫ്ബി ചെലവിൽ പൂർത്തീകരിച്ച 3 കെട്ടിടങ്ങൾ. തച്ചനാട്ടുകരയിലെ മാണിക്യപ്പറമ്പ്, ഇവിടെ കടമ്പഴിപ്പുറത്തെ ഗവൺമെന്റ് UP സ്കൂൾ, മുന്നർക്കോട് ഗവൺമെന്റ് ഹൈസ്കൂൾ, 3 സ്കൂൾ കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചില്ലേ? ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുകയല്ലേ? നിങ്ങൾ ഒറ്റപ്പാലം ആയുർവേദ ആശുപത്രിയിലൊന്ന് പോയി നോക്കൂ. 1 കോടി രൂപ ചെലവിലല്ലേ ഇവിടെ പേവാട് ഇപ്പോൾ പൂർത്തീകരിച്ചത്. 2,75,00,000 രൂപ ചെലവിലല്ലേ ഇവിടെ ആഭ്യന്തര വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പോലീസുകാർക്ക് താമസിക്കുന്നതിനുള്ള ക്വാർട്ടേഴ്സ് അവിടെ ട്രാഫിക് സ്റ്റേഷന്റെ തൊട്ട് പിന്നിൽ നമ്മളെല്ലാം കണ്ടതല്ലേ. കഴിഞ്ഞ ആഴ്ചയല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓൺലൈനായിട്ട് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്.
ബാപ്പുജി പാർക്ക് 1 കോടി രൂപ ചെലവിലല്ലേ നവീകരിച്ചത്. അങ്ങനെ മണ്ഡലത്തിന്റെ എല്ലാ മേഖലയിലും വളരെ വളരെ അഭിമാനകരമായ നിലയിലുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് എന്താണ് ഇവിടെ നടന്നത് എന്ന് ചോദിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ആർക്കാണ് ഇതെല്ലാം കാണാതെ പോകാൻ കഴിയുക? അപ്പോൾ അത് ഇപ്പോൾ സാംസ്കാരിക നിലയത്തിന്റെ പണി നിങ്ങൾ എന്ന് നോക്കിയാലും കാണാമല്ലോ. നമുക്ക് കണ്ണടച്ചാൽ ഇരുട്ടാവില്ലല്ലോ, നമുക്ക് മാത്രമല്ല ഇരുട്ടാവൂ. കാഴ്ചയുള്ളവർക്കെല്ലാം സാംസ്കാരിക നിലയത്തിന്റെ പണി അതിവേഗതയിൽ പുരോഗമിക്കുന്നത് കാണാൻ സാധിക്കുകയല്ലേ. ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ എത്തിക്കുകയും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതല്ലേ. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡ് പണി നടക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? നമ്മൾ കണ്ടതല്ലേ കല്ലുവഴിയിൽ നിന്ന് അടയ്ക്കാപുത്തൂരിലേക്ക് പോകുന്ന റോഡ് കിഫ്ബി പദ്ധതിയിൽ പൂർത്തീകരിച്ചത്. ശ്രീകൃഷ്ണപുരത്ത് നിന്ന് മുറിയങ്കണ്ണിക്ക് പോകുന്ന റോഡ് പൂർത്തീകരിച്ചു കഴിഞ്ഞില്ലേ? 2ാം റീച്ചിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളല്ലേ. അത് നമ്മൾ കാണണമെന്ന അഭ്യർത്ഥനയാണുള്ളത്. പക്ഷെ BJPയുടെ സ്ഥാനാർത്ഥി പറഞ്ഞത് കുടിവെള്ളത്തിന് എന്തോ ഇപ്പോഴും ഒറ്റപ്പാലത്ത് കുടിവെള്ളം പൂർണ്ണമായി ലഭ്യമായിട്ടില്ല എന്ന് പറയുന്നുള്ളൂ. അതെങ്ങനെയാണ്? എന്താണ് അദ്ദേഹം ഇപ്പോഴാണ് ഒറ്റപ്പാലം കാണുന്നത്. ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് സ്ഥാനാർത്ഥി എന്ന നിലയിൽ കിടക്കുന്നില്ല. കുടിവെള്ളവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ശേഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കും. നമ്മളൊന്ന് ഇലക്ഷൻ വരുമ്പോൾ മാത്രം ജനങ്ങളെ കാണുന്നവരല്ല ഇടതുപക്ഷം. ജനങ്ങൾ അവർക്കൊപ്പം ജീവിക്കുന്നവരാണ്, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവരാണ് ഇടതുപക്ഷം. സ്വാഭാവികമായിട്ടും അത് നമ്മുടെ നാട് തിരിച്ചറിയുകയും ചെയ്യും.